വെൽക്കം ടു ഡ്രീം ഷോർ. എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഡ്രീം ഷോർ PSCയുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ചെറിയ സ്റ്റഡി ബ്ലോഗ് അല്ലെങ്കിൽ ഒരു മോട്ടിവേഷൻ എന്നൊക്കെ നിങ്ങൾക്ക് പറയാം. നിങ്ങൾ എങ്ങനെയാണ് പഠിക്കേണ്ടത്? ഇപ്പോൾ സാധാരണയായിട്ട് വീട്ടമ്മമാരായിട്ടുള്ള ആളുകളെ ഉദ്ദേശിച്ചാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഒരുപാട് വീട്ടമ്മമാർ PSCക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരായിട്ടുണ്ട്. അവരുടെ മെയിൻ പ്രശ്നം എന്ന് പറയുന്നത് പഠിക്കാൻ സമയം കിട്ടുന്നില്ല എന്നുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള വീട്ടമ്മമാരായിട്ടുള്ള ആളുകളെ ഉദ്ദേശിച്ചുകൊണ്ടുള്ളൊരു വീഡിയോ ആണിത്. അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവനായിട്ട് കാണുക. നിങ്ങൾ എങ്ങനെയാണ് ഒരു ഗവൺമെൻറ് ജോലിക്ക് വേണ്ടി പഠിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ നിങ്ങൾ എങ്ങനെ പഠിക്കണം, ഏത് രീതിയിൽ പഠിക്കണം എന്നതിനെക്കുറിച്ചൊക്കെ ഈ വീഡിയോയിൽ വളരെ വ്യക്തമായിട്ട് ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. ഇപ്പോൾ ഒട്ടുമിക്ക പേരും PSC എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഒട്ടുമിക്ക പേരും, അത് വീട്ടമ്മമാരായിക്കോട്ടെ അല്ലെങ്കിൽ ജോലിക്ക് പോകുന്നവരായിക്കോട്ടെ സ്റ്റുഡൻസ് ആയിക്കോട്ടെ, എല്ലാവരും തന്നെ ഓൺലൈൻ ക്ലാസ്സിനെ ഡിപ്പെൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് സാധാരണ ഓഫ്ലൈൻ ക്ലാസ്സിന് പോയി പഠിക്കാൻ പറ്റാത്ത ഒരുപാട് ആളുകളുണ്ട്. അവരെല്ലാം പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഓൺലൈൻ ക്ലാസ്സുകളെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഓൺലൈൻ ക്ലാസ്സിൻ്റെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ക്ലാസ്സുകളെല്ലാം റെക്കോർഡഡ് ക്ലാസ്സുകളായിരിക്കും. നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് നമുക്ക് ഈ ക്ലാസ്സുകളെല്ലാം കാണാം. എപ്പോൾ വേണമെങ്കിലും നമുക്ക് മനസ്സിലാവാത്ത കാര്യങ്ങൾ വീണ്ടും വീണ്ടും നമുക്ക് റിപ്പീറ്റ് ചെയ്ത് കാണാം എന്നുള്ളതാണ്. അതുമാത്രമല്ല, നമ്മുടെ ടൈമിനനുസരിച്ച് നമുക്ക് ഈ ക്ലാസ്സുകൾ അഡ്ജസ്റ്റ് ചെയ്ത് അതിൻ്റെ സ്പീഡ് കൂട്ടിയും കുറച്ചുമൊക്കെ നമുക്ക് കാണാം. അതിൻ്റെ നോട്ട്സ് പ്രിപ്പയർ ചെയ്യാം. അതിലൊരുപാട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ടായിരിക്കും. ആ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എല്ലാം നമുക്ക് വർക്കൗട്ട് ചെയ്യാം. അങ്ങനെയൊക്കെ ചെയ്യാം എന്നുള്ളത് ഈ ഓൺലൈൻ ക്ലാസ്സിൻ്റെ ഒരു ബെനിഫിറ്റാണ്. അപ്പോൾ വീട്ടമ്മമാരായിട്ടുള്ള ഒരുപാട് ആളുകൾ അവർക്ക് പഠിക്കാൻ ഓഫ്ലൈനായിട്ട് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് അവർ ഓൺലൈൻ ക്ലാസ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള വീട്ടമ്മമാരോടാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ഈ ഓൺലൈൻ ക്ലാസ്സിന് ജോയിൻ ചെയ്തു. അപ്പോൾ നിങ്ങൾ ഒരുപാട് ക്യാഷൊക്കെ കൊടുത്ത് ഓൺലൈൻ ക്ലാസ്സിന് ജോയിൻ ചെയ്തു. ഓൺലൈൻ ക്ലാസ്സിന് ജോയിൻ ചെയ്തതിന് ശേഷവും പഠിക്കാൻ പറ്റാതെ ഒരുപാട് ബുദ്ധിമുട്ടായിട്ട് പറഞ്ഞിട്ടുള്ള ആളുകളെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ ഓൺലൈൻ ക്ലാസ്സിന് വേണ്ടി പഠിക്കാൻ പറ്റുന്നത് എന്നുള്ള കാര്യമാണ് പറയുന്നത്. അപ്പോൾ നമുക്കൊരുപാട് റെക്കോർഡഡ് ക്ലാസ്സുകൾ ഇതിൽ കാണാൻ പറ്റും. ഓൺലൈൻ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്ന സമയത്ത് ഒരുപാട് റെക്കോർഡഡ് ക്ലാസ്സുകളെല്ലാം നമുക്ക് അതിലുണ്ടായിരിക്കും. അപ്പോൾ ഈ റെക്കോർഡഡ് ക്ലാസ് നിങ്ങൾ പഠിക്കുന്ന സമയത്ത് എപ്പോഴും നമുക്ക് സ്വസ്ഥമായി ഇരുന്ന് ഈ റെക്കോർഡഡ് ക്ലാസ്സുകൾ ഓരോന്നായി കേട്ട് പഠിക്കാൻ ഒട്ടും സമയം കിട്ടിയെന്ന് വരില്ല. നമ്മുടെ ജോലികളെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ റെക്കോർഡഡ് ക്ലാസ് ഓൺ ചെയ്ത് ഓരോന്നായി കണ്ടിരിക്കുമ്പോഴേക്കും ചെറിയ കുട്ടികളൊക്കെ ഉള്ള വീട്ടമ്മമാരാണെങ്കിൽ അവർക്കത് പ്രയാസമായിരിക്കും. അങ്ങനെയുള്ളവരാണെങ്കിൽ നിങ്ങൾ ഈ റെക്കോർഡഡ് ക്ലാസ് ഓരോന്നായി നിങ്ങൾ കിച്ചണിൽ ഓരോ ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ റെക്കോർഡഡ് ക്ലാസ് ഓൺ ചെയ്തിടുക. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഓരോന്നായിട്ട് കേൾക്കാൻ പറ്റും. അപ്പോൾ പലപ്പോഴും നിങ്ങൾക്ക് ജോലിയുടെ തിരക്കൊക്കെ ആവുന്ന സമയത്ത് നിങ്ങൾക്ക് അതിലേക്ക് ശ്രദ്ധ കൊടുക്കാൻ പറ്റിയെന്ന് വരില്ല. പക്ഷേ എന്നാലും നമ്മൾ ഈ ക്ലാസ് കേൾക്കുന്ന സമയത്ത് കുറച്ച് എന്തെങ്കിലുമൊക്കെ നമ്മുടെ മൈൻഡിലേക്ക് കയറാതിരിക്കില്ല. അപ്പോൾ അങ്ങനെ നിങ്ങൾ ഓരോ ക്ലാസ്സുകളായിട്ട് റെക്കോർഡഡ് ക്ലാസ്സുകളായിട്ട് നിങ്ങൾ ഓൺ ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ലാസ്സുകൾ കാണുകയും കേൾക്കുകയും ചെയ്യാം. അതിനോടൊപ്പം നിങ്ങൾക്ക് കിച്ചണിലെ വർക്ക് കംപ്ലീറ്റ് ചെയ്യുകയും ചെയ്യാം. അങ്ങനെ ഓരോ ക്ലാസ്സുകളായിട്ട് നിങ്ങൾക്ക് ഓരോ ഡേയിലും നിങ്ങൾക്ക് ക്ലാസ്സുകൾ കേട്ട് പഠിക്കാൻ വേണ്ടി പറ്റും. പിന്നെ അതിന് ശേഷം നിങ്ങൾ ഫ്രീ ആവുന്ന സമയത്ത് കുട്ടികളെല്ലാം ഉറങ്ങിയതിന് ശേഷം രാത്രിയിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ടൈമിൽ ഈ കേട്ട ക്ലാസ്സുകളെല്ലാം ഒന്നുകൂടെ കേട്ട് നിങ്ങൾക്കതിൻ്റെ നോട്ട്സ് ഷോർട്ട് നോട്ടായിട്ട് എഴുതി വെക്കാൻ വേണ്ടി സാധിക്കും. പിന്നെ ഈ നോട്ട് എഴുതുക എന്ന് പറയുന്നത് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു നോട്ടല്ല എഴുതുക എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എത്രത്തോളം നിങ്ങൾക്ക് നോട്ടുകൾ ഷോർട്ടായിട്ട് എഴുതാൻ പറ്റുമോ അത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലാവാൻ പറ്റുന്ന രീതിയിൽ വളരെ ഷോർട്ട് നോട്ടായിട്ട് വേണം നിങ്ങൾ എഴുതി വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ക്ലാസ്സുകൾ കേൾക്കുകയും ഒഴിവ് കിട്ടുന്ന സമയത്ത് ആ കേട്ട ക്ലാസ്സിൻ്റെ നോട്ട് എഴുതുകയും കൂടി ചെയ്യുന്ന സമയത്ത് ആ ക്ലാസ്സുകൾ നിങ്ങൾക്ക് വളരെ നല്ല രീതിയിൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും. അല്ലാതെ എൻ്റെ ജോലിയെല്ലാം കഴിഞ്ഞ് ഞാൻ ഫ്രീ ആയിട്ട് മാത്രമേ ഞാൻ ക്ലാസ് കേൾക്കുള്ളൂ എന്ന് വിചാരിച്ചാൽ നിങ്ങൾക്ക് ഒരിക്കലും അത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ ക്ലാസ്സുകൾ കണ്ട് നോട്ട് എഴുതാൻ വേണ്ടി ട്രൈ ചെയ്യാം. പിന്നെ മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, നമ്മൾ കേട്ട് കഴിഞ്ഞിട്ടുള്ള ക്ലാസ്സിൻ്റെ നോട്ട് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഈ നോട്ടുകൾ നമ്മൾ വീക്കെൻഡിൽ, അതായത് സാറ്റർഡേ സൺഡേസിൽ നമുക്ക് ഈ എഴുതി വെച്ച നോട്ടുകൾ നമ്മളൊന്ന് റിപ്പീറ്റ് ചെയ്ത് വായിക്കണം. എന്നാൽ മാത്രമേ നമ്മൾ ആ പഠിച്ച കാര്യങ്ങൾ നമ്മളെ മൈൻഡിൽ ഉണ്ടാവുള്ളൂ. നമ്മളെപ്പോഴും എന്താണ് ചെയ്യുന്നത്, പുതിയ പുതിയ ക്ലാസ്സുകൾ കണ്ടുകൊണ്ടിരിക്കും. ഈ റെക്കോർഡ് ക്ലാസ്സുകളെല്ലാം കാണാനുള്ളതാണ്. അപ്പോൾ ഒരുപാട് റെക്കോർഡ് ക്ലാസ് കാണുമ്പോൾ നിങ്ങൾക്ക് ടെൻഷനാണ്, ഇതെല്ലാം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് ഓരോ ക്ലാസ്സുകളായിട്ട് കണ്ടു തീർക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ലക്ഷ്യം. പക്ഷേ റിവിഷൻ പ്രോപ്പറായിട്ട് ചെയ്യുന്നില്ലെങ്കിൽ അതുകൊണ്ട് നമുക്കൊരു കാര്യം ഉണ്ടായിരിക്കില്ല. അപ്പോൾ അതാണ് ഒന്നാമത്തെ കാര്യം. റെക്കോർഡ് ക്ലാസ്സുകൾ നിങ്ങളുടെ ജോലിയോടൊപ്പം തന്നെ കേൾക്കുക. ഫ്രീ കിട്ടുന്ന ടൈമിൽ അതിൽ നിന്നും നിങ്ങൾ നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക. ഈ നോട്ട്സ് പ്രോപ്പറായിട്ട് റിവൈസ് ചെയ്യുക.
പിന്നെ മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഈ റെക്കോർഡഡ് ക്ലാസ്സിനോടൊപ്പം നിങ്ങൾക്ക് ഒരുപാട് ഓൺലൈൻ എക്സാംസ് ഒക്കെ ഉണ്ടായിരിക്കും. ഈ ഓൺലൈൻ എക്സാംസ് നിങ്ങൾ ഏതെങ്കിലും ഒരു ടൈമിൽ, നമുക്ക് ഓൺലൈൻ എക്സാം ഒരു 1 hour 15 minutes എക്സാം ആയിരിക്കും. അപ്പോൾ എങ്ങനെയെങ്കിലും ടൈം കിട്ടുന്ന സമയത്ത്, അത് പലപ്പോഴും ചെറിയ കുട്ടികളൊക്കെ ഉള്ള വീട്ടമ്മമാരാണെങ്കിൽ കുട്ടികൾ ഉറങ്ങിയതിന് ശേഷം ഒക്കെ നിങ്ങൾക്ക് ഈ എക്സാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ടൈമില്ല എന്ന് വിചാരിച്ച് നിങ്ങൾക്ക് ഒരിക്കലും ക്ലാസ് നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാതെയോ അല്ലെങ്കിൽ എക്സാം എഴുതാൻ പറ്റാതെയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവിടെ വരുന്നില്ല. അപ്പോൾ ഓൺലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ രീതിയിലൊക്കെ നിങ്ങൾക്ക് റെക്കോർഡ് ക്ലാസ് കാണുകയും അതിൻ്റെ എക്സാം എഴുതുകയും പ്രോപ്പറായിട്ട് റിവിഷൻ ചെയ്യുകയും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു എക്സാം, നിങ്ങൾ ഏത് എക്സാമാണോ ചെയ്യുന്നത് ആ എക്സാം ക്രാക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോയിൽ കാണാം. താങ്ക്